ഒരുപാട് കാലമായിട്ട് തെളിയാതെ കിടന്ന ഒരു കേസുണ്ടായിരുന്നു. അത് ഒരു സെക്സ് വർക്കറായ സ്ത്രീയെ കൊന്ന് ഒരു ക്വാറിയിൽ ഉപേക്ഷിച്ചാണ്. അവർക്ക് വേണ്ടി ബഹളം വയ്ക്കാനും ശബ്ദിക്കാനൊന്നും ആരും ഇല്ലാതിരുന്നത് കൊണ്ട് ആ കാലത്ത് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ അതെടുത്ത് വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ അന്വേഷിച്ച് 9 വർഷം കഴിഞ്ഞു. ഞാൻ പുതിയൊരു അന്വേഷണ സംഘത്തിന് അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടൊരു കാര്യം, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഈ സ്ത്രീയുടെ വയറ്റിൽ കുറച്ച് ചോറുണ്ടായിരുന്നു. മരണം നടന്നിരിക്കുന്നത് ഏകദേശം ഒരു രാത്രി ഒരു 10:30 മണി സമയത്താണ്. അപ്പം വേറൊരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വൈഫ് ഒരു 3-4 ദിവസം മുമ്പ് എനിക്ക് രാത്രി ചപ്പാത്തിയും കറിയും ഭക്ഷണത്തിനുണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് ചോറുണ്ടണമെന്ന് തോന്നി. വീട്ടിൽ ചോറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും ചോറ് മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. കാസർഗോഡ് നഗരത്തിൽ ഒരുപാട് സ്ഥലത്ത് തപ്പിയിട്ട് ചെർക്കളം എന്ന് പറയുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കടയിൽ നിന്ന് മാത്രമേ രാത്രി ചോറ് കിട്ടിയുള്ളൂ. ഇതിൻ്റെ 4-ാമത്തെ ദിവസമാണ് ഇവരുടെ വയറ്റിൽ കുറച്ച് ചോറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ രണ്ടാമത് അന്വേഷിക്കുന്ന സംഘത്തിലെ സംഘത്തലവനായിട്ടുള്ള DYSP എന്നോട് പറഞ്ഞു, സാറേ ചോറുണ്ടായിരുന്നു അവരുടെ വയറ്റിൽ നിന്ന്. നമ്മൾ പലതും ഡിസ്കസ് ചെയ്യുന്ന കൂടുതൽ ഈ ഡിസ്കഷൻ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ചോറ് കാസർഗോഡ് രാത്രി കിട്ടില്ലല്ലോ. വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ഇവർ ഭക്ഷണം കഴിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇവർ ജോലി ഇതാണ്. അപ്പോൾ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു. അപ്പോൾ എന്നോട് വീണ്ടും DYSP പറഞ്ഞു, സാറേ 9 കൊല്ലം മുമ്പ് ഇനി വേറെ ഏതേ ഹോട്ടലിൽ ചോറ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, 9 കൊല്ലം മുമ്പ് ഏതൊക്കെ ഹോട്ടലിൽ ചോറ് കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കും. ആ ഹോട്ടലിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇത് ദൈവത്തിൻ്റെ കരമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, അല്ലായിരിക്കാം. കാരണം 4 ദിവസം മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ച എൻ്റെ കുടുംബിനിയോട് എനിക്ക് ചോറ് വേണമെന്ന് ഞാൻ ശാഠ്യം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഈ സന്ദർഭം മുമ്പിൽ വരണമെന്നില്ല, ഞാനത് ഓർക്കണമെന്നില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ കരമാണെങ്കിലാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ ദൈവം ആകാശത്തൊരു സാധനം കൊണ്ടു തന്ന് കേസ് തെളിയിച്ച അനുഭവം എനിക്കില്ല. ഇങ്ങനെയുള്ള നമ്മൾ പലപ്പോഴും ഈ കേസന്വേഷണം എന്ന് പറയുന്നത് പലപ്പോഴും കിട്ടാത്ത പ്രതികളെ പിടിക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് വളരെ കോമൺ സെൻസിക്കലായിട്ട് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാതി ദഹിച്ചെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞു എന്നർത്ഥം. ഈ ഊണ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞു എന്നാണ് ഈ പാതി ദഹിച്ചതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ രാത്രി ഏകദേശം 10:30 മണിയോടുകൂടി മരണം സംഭവിച്ചിരിക്കാം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഈ ചോറ് കിട്ടുന്ന കടയിൽ തന്നെ അവിടെ ബിരിയാണി കിട്ടുന്ന കടകളുണ്ട്, പക്ഷെ ചോറ് കിട്ടില്ല. അപ്പം അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ എന്നോട് DYSP ന്യായമായി ചോദിച്ചു, സാറേ 9 കൊല്ലം മുമ്പ് വേറെ കടകളുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ അന്വേഷിക്കും. 9 കൊല്ലം മുമ്പ് കട നടത്തിയിരുന്ന ആൾക്കാരോട് ഓരോരുത്തരോടും നമ്മളോട് ചോദിച്ചു, നിങ്ങളുടെ കടയിൽ എന്തൊക്കെയാണ് രാത്രി കൊടുത്തിരുന്ന വിഭവങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം പൊറോട്ടയും ബീഫുമായിരുന്നു. മലയാളിയുടെ ദേശീയ ഭക്ഷണമാണല്ലോ. അപ്പോൾ അതാണ് അവിടെ ഏറ്റവും കൂടുതൽ ചിലവായിരുന്നത്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ചോറ് കൊടുത്തിരുന്ന ഒരൊറ്റ കടയാണ് അന്നും ഉണ്ടായിരുന്നുള്ളൂ, ഇന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത് ഈ കേസ് തെളിയാൻ വേണ്ടി ദൈവം തന്ന ഒരു നാന്ദിയാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ താങ്കൾ നേരത്തെ പറഞ്ഞില്ല, അദൃശ്യമായ ശക്തികളും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ പലർക്കും ഉണ്ടാവും പറയാൻ. ഇപ്പോൾ അത്യാവശ്യം നയതന്ത്രം അറിയാം, ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ആവുന്നു എന്നറിയാം, ജനങ്ങളായിട്ട് അത്യാവശ്യം ജനസമ്പർക്കം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ബ്യൂറോക്രാറ്റ്സ്, അവർ ഈ രാഷ്ട്രീയത്തിലൊരു കൈ നോക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ അവർ റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരുപാട് പേര് വലിയ നല്ല രീതിയിൽ ശോഭിക്കുന്നുമുണ്ട്. കാരണം അവർക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഫലചക്രം അങ്ങനെ മൂവ് ചെയ്യുന്നു എന്നറിയാം. ഭാവിയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാവുമോ? ഒരിക്കലും ഇപ്പോഴത്തെ നിലയ്ക്ക് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ ഈ അരങ്ങൊഴിഞ്ഞു കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കാലം ചെന്നവർ ഒഴിയുന്നതിലാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മണ്ണോട് ചേരുന്നിടത്തെ പുതുമണ്ണുണ്ടാകും. ദ്രവീകരണ ശക്തിയുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാതായി കഴിയുമ്പോൾ അതിനോട് ചേരുന്നിടത്താണ് പുതുജീവൻ, പുതുനാമ്പുകൾ ഉണ്ടാവുന്നത്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്.
അവിടെ ഞാൻ തന്നെ ഇനിയും തുടരണം. ഞാനിപ്പോൾ എൻ്റെ ഇന്നിങ്സ് എല്ലാം ഒരുവിധം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം മാത്രമാണ്. മറ്റുള്ളവരത് സ്വീകരിച്ചോളണം എനിക്ക്. ഞാൻ ചെയ്തതിനകത്ത് ഒരുപാട് വിമർശന ബുദ്ധിയെ കാണുന്നവരുണ്ടാവാം, തെറ്റുണ്ടായിട്ടുണ്ടാകാം, ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ സമയം കഴിഞ്ഞു. വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സംഗതി ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി എൻ്റെ വാനപ്രസ്ഥത്തിനുള്ള കാലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഞാനില്ലാതെ ഈ ലോകം നടക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. എനിക്ക് ശേഷം പ്രളയം ഇല്ല. എനിക്ക് ശേഷം പ്രളയം, എൻ്റെ മുമ്പും പ്രളയം എന്ന് കരുതുന്ന അബദ്ധജടിലമായ വാർദ്ധക്യം നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഇത്തരം ചിന്തകൾ കൊണ്ടാണ്. നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയാവുന്നത് എങ്ങനെയാ? അവർക്ക് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ കൊടുക്കുക, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറയുക, എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുക, ഞങ്ങളൊക്കെ ഭയങ്കര മിടുക്കന്മാരായിരുന്നു, നിങ്ങളൊക്കെ കാണിക്കുന്ന മണ്ടത്തരാന്ന് പറയുക. ഇതൊക്കെ എല്ലാ കാലത്തിനും മനുഷ്യ മനസ്സിനെ ഗ്രസിച്ചിട്ടുള്ള അബദ്ധജടിലമായ ചിന്തകളാണ്. ഇതിന് വശംവദനാകണ്ട എന്നാണ് എൻ്റെ തീരുമാനം. അപ്പം അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അനുസരിച്ച് മാനസികാവസ്ഥ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, മനുഷ്യൻ പല കാര്യങ്ങളുടെയും ഒരു വിക്റ്റിമാണ്, ഒരു ഇരയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എൻ്റെ ഇതുവരെയുള്ള സദ്ബുദ്ധി അനുസരിച്ച് ഞാൻ എൻ്റെ രണ്ട് വർഷം കൂടെ 2-2.5 വർഷത്തിനകത്ത് ഞാൻ ഈ രംഗത്ത് നിഷ്ക്രമിക്കും. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ മാസവും പോകുന്നൊരു സ്ഥലമുണ്ട്, മൂകാംബിക ക്ഷേത്രത്തിലാണ് പോവാറ്. ഞാൻ എല്ലാ മാസവും പോകുന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ ജീവിതം തുടരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സർവ്വസംഘ പരിത്യാഗിയായിട്ട് ഇവിടുന്ന് ഇട്ടിട്ട് പോയി എന്നല്ല. സന്യാസം അല്ല. എന്താ സന്യാസം അല്ല? സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ വലിയ വാക്കാണ്. ആ ഒരു നമ്മുടെ ഈ ആൾക്കാരുടെ പലതരത്തിലുള്ള ചിന്താ പദ്ധതികളിൽ വന്നിട്ടുള്ളൊരു മണ്ടത്തരം, ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ ഭക്തരാണെന്ന് ഒരു ധാരണയുണ്ട്. ഭക്തി എന്താണെന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 4 തരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാനെ അന്വേഷിച്ച് പോകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ. അതിൽ ആർത്തോ എന്ന് പറഞ്ഞാൽ ആർത്തന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖം വന്നിട്ട് ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാതെ ഈ ദുഃഖത്തിൽ നിന്നുള്ള മോചനം മുഴുവൻ ഈ ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസത്തിൽ പോകുന്നവൻ. ആർത്തോ, ജിജ്ഞാസു. ഇതൊക്കെ എങ്ങനെയാണ് ഈ പരിപാടി? ഇവിടെയൊക്കെ നടക്കുന്നതൊക്കെ ശരിയാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇത് ഈ പറയുന്ന മാതിരിയുള്ള പരിപാടിയൊക്കെയാണോ? ഇതൊക്കെ തട്ടിപ്പല്ലേ? ഇതൊക്കെ അന്വേഷിച്ച് പോകുന്ന രണ്ടാമൻ. മൂന്നാമൻ അർത്ഥാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഞാൻ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ അത് പലരും പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം ഭഗവാനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചൊന്നും എനിക്ക് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ദൈവത്തിനെ വിളിക്കില്ല, അങ്ങനെ പറയുന്നൊരു വിഭാഗം. നാലാമനാണ് ജ്ഞാനി. അതായത് എൻ്റെ ആത്മീയമായ ഉയർച്ചയ്ക്ക് ഈ സംവിധാനം ഉപകരിക്കും എന്നുള്ള തിരിച്ചറിവോടുകൂടി പോകുന്നവൻ. ഞാൻ ഈ 4ാമത്തെ ഗണത്തിൽ പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തായാലും ജിജ്ഞാസുമായിട്ട് ഞാൻ പോകാറില്ല. ദൈവത്തിന് അങ്ങനെ സയന്റിഫിക് ടെമ്പർ വെച്ച് അളന്നിട്ടൊന്നുമില്ല ഇതുവരെ. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഈ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ഈ നാട്ടിൽ നിലനിൽക്കില്ലെന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. പറഞ്ഞ മനസ്സിലായില്ല? ആ സയന്റിഫിക് ടെമ്പർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആൾക്കാർ, അതായത് 2ഉം 3ഉം കൂട്ടിയാൽ 8 കിട്ടുന്ന ഒരാളുടെ അടുത്ത് 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ അത് അയാൾക്ക് കണക്കറിയാഞ്ഞിട്ടാണ്, അല്ലാതെ ശാസ്ത്രം, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്മെറ്റിക് തെറ്റായത് കൊണ്ടല്ല. അപ്പൊ അതിന്റെ ശരി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ഒരുപാട് പേര് ഈ നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ വളരെ രസകരമായിട്ട് പലയിടത്തും പറയുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. അതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഈ 4 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഏറ്റവും അവസാനത്തെ ആളായിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ചിലപ്പോൾ 1ാമനായി പോകാറുണ്ട്. ആർത്തൻ. ഭയങ്കര ദുഃഖം വരുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റേത് രണ്ടും എനിക്കില്ല. ഏത് അർത്ഥാർത്ഥിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കിട്ടണമെങ്കിൽ അതിന് ഞാൻ അധ്വാനിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരീക്ഷ പാസ്സാകാൻ വേണ്ടി ചെന്നൊരു ക്ഷേത്രത്തിൽ പോയിട്ടില്ല. പരീക്ഷ പാസ്സാകാൻ പഠിച്ചാൽ മതി എന്നാ. ഞാൻ പണ്ട് ചെസ് സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അപ്പം എനിക്ക് ഒരിക്കൽ ഒരു പ്രതിയോഗി വന്നിരുന്ന് എഴുതുമ്പോൾ പിന്നെ ശ്രീ വെങ്കടാചലപതി സഹായം എന്ന് മുകളിൽ എഴുതി വെച്ചിട്ട് ചെസ്സിൻ്റെ നോട്ട്സ് എഴുതും. അതായത് നമ്മൾ ഏത് 3 അർത്ഥം എന്നുള്ള രേഖപ്പെടുത്തും. അപ്പോൾ അയാൾ E4 എന്ന് എഴുതുന്നതിന് മുമ്പ് മുകളിൽ എഴുതുന്നത് വെങ്കടാചലപതി സഹായം എന്ന് പറഞ്ഞിട്ട് അയാൾ
12 മൂവിൽ പരാജയപ്പെട്ടു. ഉം. അന്ന് ഞാൻ ആലോചിച്ചു വെങ്കടാചലപതിയെ പറയിപ്പിക്കാനായിട്ട് മുമ്പ് വന്നിരിക്കുകയാണല്ലോ. കാരണം അവൻ ചെയ്യേണ്ട ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ ബ്ലണ്ടറാണ് അവൻ കളിക്കുന്നത്. ആ ബ്ലണ്ടർ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ചെസ് പഠനം നടത്താതെ വെങ്കടാചലപതി സഹായം ചെയ്ത് അയാളെ ചീത്തപ്പേരുണ്ടാക്കുക എന്നല്ലാണ്ട് വേറെ ഒരു ഗുണം അതുകൊണ്ടില്ല. ഇല്ല. അപ്പോൾ അയാൾ ഫേം ഗ്രൗണ്ടിങ് നടത്തേണ്ടത് ഗ്രൗണ്ടിങ് നടത്താതെ വരികയാണ് അയാൾ ചെയ്തത്. അപ്പം അർത്ഥാർത്ഥി എന്ന് പറയുന്ന എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിജ്ഞാസുമായിട്ട് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് പഠിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. അതെ. ഇതിന് ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. പക്ഷെ ആദ്യത്തെ അവസാനത്തെയും ഏറ്റവും അവസാനത്തേൽ എൻ്റെ മനസ്സ് സ്ഥിരമായി നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിലും ചിലപ്പോൾ അവിടെയൊക്കെ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ വ്യതിചലനങ്ങൾ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഉണ്ടാവുകയും അത് താങ്ങാനുള്ള കെൽപ്പില്ലാതായി പോകുന്ന ഒരു മനുഷ്യാവസ്ഥ നിസ്സഹായാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ ചിലപ്പോൾ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേന്ന് അറിയാതെയൊക്കെ ഞാൻ വിളിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ അവസാനത്തേലും മാത്രമായിട്ടാണ് എൻ്റെ മനസ്സ് വ്യാപരിക്കുന്നത്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞതും സയൻറ്റിഫിക് ടെമ്പർ വെച്ചിട്ട് ദൈവത്തെ അളന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ദൈവത്തിനെ അളക്കാൻ പറ്റില്ല, സമ്പ്രദായങ്ങളെ അളന്നിട്ടുണ്ട്. ഓ, പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്ന എല്ലാ സമ്പ്രദായങ്ങൾക്കും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.